ഒരു റിയൽ സ്റ്റോറി പറയട്ടെ. ഇന്നലെ ഞാൻ ചെല്ലാനം ബീച്ചിൽ പോയിരുന്നു. നല്ല രസമാണ് ചെല്ലാനം ബീച്ച്. അവിടെ കുറേ ആൾക്കാർ കടലിൽ ഇറങ്ങി കുളിക്കണം. കുട്ടികളായിരുന്നു കൂടുതൽ, കുളിക്കുന്നുണ്ടായിരുന്നു, പിന്നെ കടലിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കടലിൽ ഇറങ്ങണേക്കാളും ഇഷ്ടം അവിടെ ഇരുന്ന് കടൽ നോക്കിക്കാണായിരുന്നു. കടലിലെ ഓരോ തിരയും കടലിൻ്റെ ശബ്ദവും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എനിക്ക് നല്ല തലവേദന വരുമ്പോൾ കടപ്പുറത്ത് പോയിരുന്നാൽ തലവേദന മാറാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും കടലില്ല, അതുകൊണ്ട് അങ്ങനെ പോകാനും പറ്റാറില്ല. പക്ഷേ 1-2 പ്രാവശ്യം എനിക്കതൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. വയ്യ എന്ന് തോന്നുന്ന സമയത്ത്, ആ സമയത്ത് കടലിൽ പോണ സമയത്ത് ആ വയ്യായി മാറാറുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ അവിടെ കുറേ പാറകളുണ്ട്, പാറകളല്ല കരിങ്കല്ലുകളുണ്ട്, ഈ കടൽ ഭിത്തിയായിട്ട്. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു ഫാമിലി വന്നിരുന്നു. അവരെ കണ്ടാൽ അറിയാം, അച്ഛനും അമ്മയും മകളും. മകൾക്കൊരു 10-11 വയസ്സുണ്ടാവും, അത്ര വയസ്സേ ഉള്ളൂ. ഒരു ജീൻസും ബനിയനും ഇട്ടൊരു മോള്, ചുരിദാർ ഇട്ടിട്ടുള്ള അമ്മ, പിന്നെ മുണ്ടും ഷർട്ടും ഇട്ടൊരു ഒരച്ഛൻ. അമ്മ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല, എന്നാൽ അച്ഛനും മോളും നല്ല ഹാപ്പി ആയിരുന്നു. അച്ഛനും മോളും ഒരുമിച്ചിരുന്ന് കഥകൾ പറയുന്നു, ചിരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. പക്ഷേ അമ്മയെ മാത്രം അവർ ഫോട്ടോ എടുക്കാൻ വിളിച്ചില്ല. അവസാനം വരെ, മീൻസ് ഞാനവിടെ ഇരിക്കുമ്പോഴാണ് അവർ വന്നിരുന്നതും, ഞാനവിടെ ഇരിക്കുമ്പോൾ തന്നെ അവർ പോവുകയും ചെയ്തു. തിരിച്ചു പോകുന്നതിന് മുന്നേ അമ്മ പറഞ്ഞു നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന്. പക്ഷേ അച്ഛനും മോളും അത് മൈൻഡ് ചെയ്യുകയും ചെയ്യാതെ പോയി. അതെന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. മക്കൾക്ക് അമ്മമാരോടുള്ള ഇഷ്ടം എൻ്റെ ഒരു അറിവിൽ കുറഞ്ഞു വരികയാണ്, പ്രത്യേകിച്ച് ജോലിയില്ലാത്ത അമ്മമാരോട്. ജോലിയില്ലാത്ത അമ്മമാരോട് കുട്ടികൾക്ക് ഇപ്പോൾ ഒരു പുച്ഛമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ അച്ഛൻ വേണം, അച്ഛൻ്റെ പൈസ വേണം. അമ്മ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അമ്മ അച്ഛൻ്റെ പൈസ എടുത്തിട്ടാണ് വാങ്ങുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് കൺട്രോൾ ചെയ്തേ പറ്റൂ. പക്ഷെ അച്ഛൻ അങ്ങനെയല്ല. അച്ഛൻ എന്ത് വാങ്ങാനും കയ്യിൽ പൈസ ഉണ്ട്. കാരണം പൊതുവെ അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ. അച്ഛന്മാർക്ക് ജോലി വേണം, അമ്മമാർക്ക് എന്തിനാ ജോലി? സുഖമായിട്ട് ജീവിച്ചൂടെ? ഉടുക്കാൻ വസ്ത്രമില്ലേ? എന്താ ഭക്ഷണം കിട്ടുന്നില്ലേ? ഇത്രയും സുഖത്തിൽ ആരാ ജീവിക്കുക? അമ്മ, ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞ കണ്ണുമായിട്ട് അവരുടെ ആ കുട്ടിയെയും ഭർത്താവിൻ്റെയും പിന്നാലെ പോകുമ്പോൾ ഞാൻ സത്യമായിട്ടും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, ഈശ്വര, ആ പാറക്കല്ല് തട്ടി അവർ വീഴരുതേന്ന്. കാരണം അവരുടെ കണ്ണ് ആകെ നിറഞ്ഞിരിക്കുകയാണ്, അവർക്ക് കാണാൻ പറ്റില്ലല്ലോ ഒന്നും. നിറഞ്ഞ കണ്ണ് തുടച്ചാലും ആ ഒരു മങ്ങൽ അപ്പോഴും ഉണ്ടാവില്ലേ? ഓരോ അമ്മമാർക്കും ഇതൊക്കെ അറിയുന്നതല്ലേ. താങ്ക് യു.